ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം. ബീഹാറിൽ നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുത്ത 2 RJD MLA-മാർ പ്രകാശ് വീറും വിഭാദേവിയുമാണ് റാലിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബീഹാറിൽ നരേന്ദ്രമോദിയുടെ റാലിയിൽ 2 RJD MLA-മാരാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരം തന്നെയല്ലേ? രോഹിണി, പോരാട്ടത്തിന് ഇറങ്ങുന്നതിനു മുൻപ് RJD, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന് ബീഹാറിന്റെ മണ്ണിൽ ആദ്യ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. BJP NDA സഖ്യത്തിനെതിരെയും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാം രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് RJD, കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ, കൂടാതെ രാഹുലിൻ്റെ വോട്ടർ അധികാർ യാത്ര, ഇതെല്ലാം ബീഹാറിൽ നടക്കുമ്പോഴാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഗയയിലെ പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം RJDയുടെ MLA-മാർ കൂടിയായിട്ടുള്ള 2 മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ളത്. RJD ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അത് കണ്ണിൽ പൊടിയിടാനുള്ളതാണ് എന്നാണ് ഈയൊരു RJD MLA-മാർ വേദിയിലെത്തിയതിനെ BJP പ്രവർത്തകരും ഒപ്പം BJP നേതാക്കളും ബീഹാറിൽ വലിയ പ്രചാരണം നടത്തുന്നത്. RJD ഉന്നയിക്കുന്ന പ്രചാരണങ്ങളെല്ലാം വ്യാജമാണെന്നും അത് തിരിച്ചറിഞ്ഞ നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പവും ശരിക്കൊപ്പവും നിൽക്കുന്നത് എന്ന പ്രതികരണങ്ങൾ ഇതിനോടകം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള പരിപാടിയിലാണ് RJDയുടെ വിഭാദേവി, നവാഡ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യും മുതിർന്ന നേതാവുമായിട്ടുള്ള വിഭാദേവി, കൂടാതെ രജൌലി മണ്ഡലത്തിൽ നിന്നുള്ള പ്രകാശ് വീരൻ, രജൌലി മണ്ഡലത്തിലെ MLA കൂടിയായിട്ടുള്ള പ്രകാശ് വീരൻ എന്നീ 2 മുതിർന്ന RJD നേതാക്കളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുള്ള ഗയയിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ വേദി പങ്കിട്ടുള്ളത്. ഇവർ പാർട്ടി വിട്ടുകൊണ്ട്, RJD വിട്ടുകൊണ്ട് BJPയിൽ ചേരുകയാണെങ്കിൽ അത് വീണ്ടും RJDക്കും കോൺഗ്രസിനും ക്ഷീണം ചെയ്യും. നിലവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ BJP എതിർത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ BJPക്ക് പോരാടുമെന്ന് ഉറച്ചുകൊണ്ട് ബീഹാറിൽ പ്രചാരണം നടത്തുന്നതും RJDയാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും RJD വലിയ മുന്നേറ്റം നടത്തിയെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പെർഫോമൻസ് വളരെയധികം കുറവായിരുന്നു. 60-ലധികം സീറ്റുകൾക്ക് മുകളിൽ മത്സരിച്ചെങ്കിലും 19ഓളം സീറ്റുകളിൽ മാത്രമായിരുന്നു കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ ബീഹാറിനെ സംബന്ധിച്ച് BJP, JDU ഉൾപ്പെടുന്ന NDA സഖ്യവും RJDയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സഖ്യവുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പോരാട്ടത്തിനിറങ്ങുന്നത്. ആ സമയത്താണ് RJDയുടെ മുതിർന്ന നേതാക്കൾ, MLA കൂടിയായിട്ടുള്ള മുതിർന്ന നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ളത്. കൂടാതെ രൂക്ഷമായ വിമർശനം RJDക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ, RJDയുടെ ഭരണത്തിൽ ബീഹാറിൻ്റെ ഇരുണ്ട കാലമായിരുന്നു RJD ഭരണത്തിൽ കടന്നുപോയത്. അക്രമവും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ ഇരുണ്ട കാലഘട്ടമായിരുന്നു RJD ഭരണത്തിൽ ബീഹാർ കടന്നുപോയത്. ബീഹാറിലെ ജനതയെ വോട്ട് ബാങ്ക് മാത്രമായാണ്, ബീഹാറിലെ ജനങ്ങൾക്ക് സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യ വികസനമോ ഉറപ്പാക്കാതെ അവരെ വെറും കേവലം വോട്ട് ബാങ്ക് മാത്രമായാണ് RJD കൊണ്ടു നടന്നത്. ഇന്ന് വികസനത്തിൻ്റെ പുതിയ വെളിച്ചം ബീഹാറിൻ്റെ മണ്ണിലുണ്ട് എന്ന പ്രതികരണം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മുറുകുന്നതിന് മുൻപ്, പോരാട്ടത്തിനിറങ്ങുന്നതിന് മുൻപ് തന്നെ RJDക്കും പ്രതിപക്ഷ മുന്നണിക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് 2 മുതിർന്ന RJD നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. BJPയും JDUവും ഒപ്പം LJPയും, ചിരാഗ് പാസ്വാൻ്റെ LJPയും നേതൃത്വം നൽകുന്ന NDA സഖ്യവും, മറുപക്ഷത്ത് RJDയും കോൺഗ്രസും CPM-ഉം CPI-ML-ഉം തുടങ്ങി മറ്റ് പാർട്ടികളും ചേരുന്ന പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണിയുമാണ് ബീഹാറിൻ്റെ മണ്ണിൽ നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതിന് മുൻപായി തന്നെ, തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരുന്നു വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് മെഷീനെയും എല്ലാം ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുൻപോട്ട് വരാറെങ്കിൽ ഇത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വോട്ടർ പട്ടികയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തുന്നു. ബീഹാറിൽ ഇപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര നടക്കുന്നു. അതിനിടയിലാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ക്യാമ്പിൽ നിന്ന് തന്നെ RJDയുടെ തന്നെ മുതിർന്ന 2 നേതാക്കൾ BJPക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിട്ടത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുത്തത് 2 RJD MLA-മാരാണ്.